എന്താണ് ശശി തരൂർ അന്ന് പറഞ്ഞത്, എന്താണ് ശശി തരൂർ ഇന്ന് പറഞ്ഞത്, നമുക്കൊന്ന് പരിശോധിച്ചു വരാം. ശശി തരൂർ പറഞ്ഞത് അന്നും ഇന്നും. തരൂർ അന്ന് പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പട്ടികയിൽ കേരളം മുന്നേറിയത് നേട്ടമാണ് എന്നാണ്. 2,90,000 ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി. ഇടതു സർക്കാരിന്റെ കീഴിലാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്, ആശ്ചര്യകരമാണ്. എന്നാൽ അവർ ഭരിക്കുമ്പോൾ മാത്രമാണ് ഈ നിലപാടുള്ളത് എന്ന വിമർശനവും ആ ലേഖനത്തിലുണ്ട്. 2026 പരാജയപ്പെട്ടാൽ അവർ പഴയ സ്വഭാവത്തിലേക്ക് മടങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്, എന്നാൽ ഇത് പാടില്ല എന്ന വിമർശനത്തോടു കൂടിയാണ് ലേഖനം എഴുതുന്നത്. എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ കേരളത്തിന്റെ ഭാവി കൂടുതൽ ശോഭിതമാകും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പട്ടികയിൽ കേരളം മുന്നേറിയത് നേട്ടമാണെന്ന് ശശി തരൂർ പറയുന്നു അന്ന്. എന്നാൽ ഇന്ന് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ഫെബ്രുവരി മാസം 10-ാം തീയതി എന്നെ നെല്ലിക്കുന്ന് MLA-ക്ക് പി രാജീവ് വ്യവസായ മന്ത്രി കൊടുത്ത കണക്കാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അടിച്ചു വന്നത്. കേരള സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ ശരിയായ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നത് മാത്രമാണ് ഏക ആശ്വാസം. നമുക്ക് സൂക്ഷ്മ ചെറുകിട സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ ആവശ്യമാണ്, അത് കടലാസിൽ മാത്രമാകരുത് എന്നാണ് പറയുന്നത്. അന്ന് ശശി തരൂർ ഈ ലേഖനം എഴുതുമ്പോഴും ഈ കണക്കുകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ചെറുകിട സംരംഭങ്ങൾ കുറഞ്ഞു എന്നുള്ളത്, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയല്ല എന്നത് അറിഞ്ഞത് ഞെട്ടിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇതറിഞ്ഞത് ഇന്ന് മാത്രമാണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അത് ടൈംസ് ഓഫ് ഇന്ത്യ ലേഖനം പങ്കുവെച്ചുകൊണ്ടാണ് ശശി തരൂർ പറയുന്നത്. ഈ രണ്ടു ലേഖനങ്ങൾക്കിടയിൽ സംഭവിച്ച വലിയ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത്, അഥവാ രാഷ്ട്രീയ സംഭവം എന്ന് പറയുന്നത്, ഹൈക്കമാൻഡ് ദില്ലിക്ക് കേരളത്തിലെ മുതിർന്ന നേതാക്കളെ വിളിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി പരസ്യമായി അഥവാ അവരോട് എല്ലാവരോടും തുറന്ന് ആവശ്യപ്പെടുകയും അത് ശാസനയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായി ശശി തരൂർ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖനം പങ്കുവെച്ചുകൊണ്ട് പറയുന്നു, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെക്കുറിച്ചുള്ള കഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയല്ല എന്നറിഞ്ഞത് ഞെട്ടിക്കുന്നു. അന്ന് പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് പട്ടികയിൽ കേരളം മുന്നേറിയത് നേട്ടമാണ് എന്നാണ്.